കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണവേട്ടയാണ് ആദ്യ റിപ്പോർട്ട്. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 9.5 കിലോ സ്വർണ്ണവുമായി യുവതി പിടിയിലാവുകയായിരുന്നു. കൊച്ചി മട്ടാഞ്ചേരി സ്വദേശിനിയാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനും ബന്ധുക്കളും സമാന കേസിൽ പിടിയിലായിരുന്നു. ദുബൈയിൽ നിന്ന് കരിപ്പൂരിലേക്ക് വന്ന ദുബായ് ഇൻഡിഗോ വിമാനത്തിൽ നിന്നാണ് 9.5 കിലോ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കൊച്ചി മട്ടാഞ്ചേരി സ്വദേശിനി ശബനമാണ് 3.5 കോടിയുടെ സ്വർണവുമായി കരിപ്പൂരിലെത്തിയത്. വസ്ത്രത്തിനകത്ത് രഹസ്യ അറകളുണ്ടാക്കി ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം. 9 സ്വർണ്ണ റോളുകളും 4 സ്വർണ്ണ ബിസ്ക്കറ്റുകളുമാണ് പിടിച്ചെടുത്തത്. കൊടുക്കുന്നത് അവിടെയുള്ള ഒരു വ്യക്തിയാണ്. ഒരാളെ പേര് അവർക്കറിയില്ല. ശരിക്കും അവർ ഗോൾഡ് എയർപോർട്ടിൽ വെച്ച് അവർ ഏൽപ്പിക്കുന്നതാണ്. ഈ സ്വർണ്ണം ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ പുറത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് പ്രകാരം അവർ യാത്രക്കാരനും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ യാത്രക്കാരനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ യാത്രക്കാരൻ കൂടെ യാത്ര ചെയ്ത് ഈ യാത്രക്കാരൻ തന്നെ പുറത്തുനിന്നും അവരുടെ അടുത്ത് വാങ്ങും എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ അന്വേഷണങ്ങൾ നമ്മൾ നടത്തുന്നേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എയർ കസ്റ്റംസ് ഏറ്റവും വലിയ സീഷറാണ്. കോഴിക്കോട് എയർപോർട്ട് വന്നതിന് ശേഷം 9.5 കിലോ പിടിക്കുന്നത്, ഒരു യാത്രക്കാരിൽ നിന്ന് പിടിക്കുന്നത്, ഒറ്റ യാത്രക്കാരിൽ നിന്ന് പിടിക്കുന്ന കോഴിക്കോട് എയർപോർട്ടിലെ ഏറ്റവും വലിയ കേസാണ്. ഇതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന മറ്റൊരു യുവതിയെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. ശബനത്തിന് സ്വർണം കൈമാറിയവരെക്കുറിച്ചും അന്വേഷണം നടത്തും. ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും തൂക്കം അനധികൃത സ്വർണം പിടിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇടമലയാർ ആനവേട്ടയുടെ തെളിവെടുപ്പിനായി കാട് കയറിയ വനപാലക സംഘത്തിന് കൂടുതലായൊന്നും കണ്ടെത്താനായില്ലെന്ന് സൂചന. നിബിഡ വനത്തിൽ പ്രതികളില്ലാതെ നടത്തിയ തെരച്ചിൽ എങ്ങുമെത്തിയില്ല. ഇതിനിടെ ആനക്കൊമ്പ് വാങ്ങിയ തിരുവനന്തപുരം സ്വദേശികളായ രവി, വില്യംസ് എന്നിവർ വനം വകുപ്പിന്റെ പിടിയിലായിട്ടുണ്ട്. 250 അംഗ സംഘമാണ് 20 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കാട്ടിൽ തെരച്ചിൽ നടത്തിയത്. എന്നാൽ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൊടുങ്കാട്ടിൽ 2 ദിവസമായി നടത്തിയ തെരച്ചിൽ അലച്ചിൽ മാത്രമായിരുന്നുവെന്നും കൂടുതൽ തെളിവുകളൊന്നും കണ്ടെത്താനായില്ലെന്നുമാണ് സൂചന. അതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ മേഖലകളിലാണ് സംഘം പരിശോധന നടത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആനവേട്ടയുടെ തെളിവുകൾ ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയില്ലെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പകരം വാസു ഉൾപ്പെടെയുള്ള പ്രതികളെയും ആനക്കൊമ്പ് വിൽക്കാൻ സഹായിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഏജന്റിനെയും കണ്ടെത്തിയാൽ അത് തെളിവുകളിലേക്ക് നയിക്കും. ഈ വഴിക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. അതേസമയം സംഭവം വാർത്തയായപ്പോൾ മുതൽ പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് സംശയിക്കപ്പെടുന്ന ഇടമലയാർ സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ വനം വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുനലൂർ, എറണാകുളം, തൃശൂർ, വയനാട് എന്നിവിടങ്ങളിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആനവേട്ട നടന്നതെന്നാണ് ഇതുവരെയുള്ള നിഗമനം. മുഴുവൻ പ്രതികളെയും പിടികൂടിയാൽ മാത്രമേ ഇതു സംബന്ധിച്ച വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ. അതേസമയം മുഴുവൻ വിവരങ്ങളും പുറത്തറിയിക്കാതെ സൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉന്നതതല നിർദ്ദേശം നൽകിയതായും സൂചനകളുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മയക്കുമരുന്ന് മാഫിയകൾ തലസ്ഥാനത്ത് വിലസുന്നു. മാഫിയ സംഘങ്ങളുടെ ആക്രമണങ്ങളും നഗരത്തിൽ പതിവാണ്. കഴിഞ്ഞ ദിവസം ചാക്കയിൽ വാഹനങ്ങൾ തകർത്തതുൾപ്പെടെ മയക്കുമരുന്ന് മാഫിയകൾ ഒട്ടേറെ ആക്രമണങ്ങളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയത്. മാഫിയകളെ അമർച്ച ചെയ്യാനുള്ള പോലീസ് നടപടികൾ പൂർണ്ണമായും ഫലം കാണുന്നില്ലെന്ന് തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. രാത്രിയുടെ മറവിൽ തലസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ വിലസുകയാണ്. മയക്കുമരുന്നടക്കമുള്ള ലഹരികൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളും നഗരത്തിൽ ഗണ്യമായി വർദ്ധിക്കുന്നു. തിരുവനന്തപുരം ചാക്കയിൽ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് മാഫിയ അടിച്ചു തകർത്ത വാഹനങ്ങളാണിത്. 4 കാറും 5 ഓട്ടോയും മാഫിയ സംഘം തകർത്തു. സംഭവത്തിൽ ചാക്ക സ്വദേശികളായ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ നഗരത്തിൽ നടത്തുന്ന അക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ചാക്കയിലേത്. രാത്രികാലങ്ങളിൽ മയക്കുമരുന്ന് സംഘങ്ങളുടെ അക്രമങ്ങളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തിരുവനന്തപുരം നഗരത്തിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പതിവാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ മയക്കുമരുന്ന് വ്യാപാരവും സജീവം. കോവളം, വിഴിഞ്ഞം തുടങ്ങിയ തീരദേശ മേഖലകളിൽ മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് വെങ്കടേഷ് സാക്ഷ്യപ്പെടുത്തുന്നു. ഡ്രഗ്സ് ഇവിടെ ഉള്ളത് മെയിൻ കോവളം ഭാഗമാണ്. കോവളം, വിഴിഞ്ഞം ആ ഭാഗമാണ് കൂടുതൽ. നമുക്ക് അവിടെ ചെറിയ ചെറിയ കച്ചവടക്കാർ കൂടുതലാണ്. കഞ്ചാവ്, കൊക്കൈൻ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തലസ്ഥാനത്തെത്തുന്നത്.
ടൂറിസ്റ്റുകൾ കുറെ വരുമ്പോൾ കുറെ സാധനങ്ങൾ അവിടെ ആ ഏരിയയിൽ കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ ഇൻഫർമേഷൻ സെറ്റപ്പ് കൂടെ വെച്ചിട്ട് അതുകൂടെ തടയുന്നുണ്ട്, പിന്നെ കേസ് എടുക്കുന്നുണ്ട്. നഗരത്തിൽ അടുത്തിടെ നടന്ന പല കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലും മയക്കുമരുന്ന് മാഫിയയാണെന്ന് വ്യക്തമായിരുന്നു. മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസ് നടപടിയെടുക്കുന്നുണ്ടെങ്കിലും അവയൊന്നും പൂർണ്ണമായും ഫലം കാണുന്നില്ല. അതിനാൽ ജനം ഭീതിയിലാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. മുണ്ടക്കയത്തെ തകർന്നു വീഴാറായ പാലം പുനർനിർമ്മിക്കാൻ സർക്കാർ പണം അനുവദിച്ചിട്ടും തോട്ടം ഉടമയുടെ എതിർപ്പ് മൂലം നിർമ്മാണം ആരംഭിക്കാനായില്ല. വിവാദ എസ്റ്റേറ്റ് ഉടമയുടെ നിലപാടാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് തടസ്സം. നിലവിലുള്ള പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വൻതുക ടോൾ ഇനത്തിൽ തോട്ടമുടമ പിരിച്ചെടുക്കുന്നുമുണ്ട്. ടോൾ പിരിവിനെതിരെ നാട്ടുകാർ നൽകിയ പരാതികളിൽ ജില്ലാ ഭരണകൂടം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുയരുകയാണ്. 1000-ലധികം കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമാണ് ഈ പാലം. മുണ്ടക്കയത്തെ വിവാദ തോട്ടം TR&Tയുടെ ഉടമസ്ഥതയിലുള്ള ഈ പാലത്തിന് 80 വർഷത്തിലധികം പഴക്കമുണ്ട്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന പാലം പുനർനിർമ്മിക്കാൻ മാനേജ്മെന്റ് ഒരുക്കമല്ല. MLA ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ES ബിജിമോൾ അനുവദിച്ചു. എന്നാൽ പാലം കൈമാറാൻ തോട്ടമുടമ തയ്യാറല്ല. സർവീസ് ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ പ്രാണഭയത്തോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. 100 ദൈവത്തെ വിളിച്ചാണ് യാത്ര ചെയ്യുന്നത്. 2 ഗേഡർ നല്ലതായതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. എപ്പോഴും ഈ തടി ഒരു 40-45 വർഷമായ തടിയാണ് കിടക്കുന്നത്. അത് ദ്രവിച്ചിരിക്കുക. അത് ദ്രവിച്ചാൽ വേൽപ്പാട് തെറ്റിയാൽ അടിയിൽ പോകും വണ്ടി. പാലത്തിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടോൾ പിരിവിന് കുറവൊന്നുമില്ല. ഒരു ട്രിപ്പിന് 1000 രൂപയ്ക്ക് മുകളിലാണ് കമ്പനി ടോളായി ഈടാക്കുന്നത്. കൊണ്ടുപോകുന്ന വണ്ടിയുടെ നമ്പർ 1500 രൂപ ടോള്, 5000 രൂപ സെക്യൂരിറ്റി. പഞ്ചായത്തിൽ നിന്നൊരു പെര അനുവദിച്ചാൽ അതിന് ഇഷ്ടിക കൊണ്ടിരുന്നതിന് മണൽ കൊണ്ടിരുന്നതിനോ എല്ലാം 500 രൂപ ടോള്. TR&Tയുടെ കമ്പനി വാഴ്ചയുടെ ഇരയാണ് പ്രദേശത്തെ പല ഗ്രാമങ്ങളും. ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിവരുന്ന സമരത്തിന്റെ ഒടുവിലത്തെ ഏടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന സംഭവം. ഏത് നിമിഷവും തകർന്നു വീഴാറായ ഈ പാലത്തിലൂടെ ഒരു തവണ യാത്ര ചെയ്യുന്നതിന് 100 കണക്കിന് രൂപയാണ് ടോൾ പിരിവായി ഈടാക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കുന്നവർ ആരായാലും അവരെ വളഞ്ഞിട്ടാക്രമിക്കും നമ്മുടെ ഭരണകൂടം. അവർ ജനപ്രതിനിധിയായാലും സാധാരണക്കാരനായാലും. ക്യാമറാമാൻ ദിലീപിനൊപ്പം സാലി മുഹമ്മദ്.